വെൽക്കം ടു ലേണിനു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് റെസിസ്റ്റേഴ്സ്. എല്ലാവർക്കും റെസിസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാം. പക്ഷെ സ്റ്റിൽ റെസിസ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ ഒരു സിംഗിൾ ലൈനിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇൻ ഡെപ്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഇന്ന് റെസിസ്റ്റർ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, യൂണിറ്റ് എന്താണ്, അതേപോലെ തന്നെ അത് എങ്ങനെ മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്, അതിന്റെ ടൈപ്സ് ബ്രീഫിംഗ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ. ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ കളർ കോഡിംഗ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. അതേപോലെ ഇത് സർക്യൂട്ട്സിൽ വരുമ്പോൾ സീരീസ്, പാരലൽ, കോമ്പിനേഷൻ, അതൊക്കെ സെപ്പറേറ്റ് ആണ്. ഇതിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, റെസിസ്റ്റേഴ്സ് ആർ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് പാസീവ് കമ്പോണന്റ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ്, ലിമിറ്റ് or resist the flow of current in an electric or electronic circuit. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. either to reduce ചെയ്യാനോ, ലിമിറ്റ് ചെയ്യാനോ, റെസിസ്റ്റ് ചെയ്യാനോ, അതായത് ഒരു സർക്യൂട്ടിലെ കറന്റ് ഫ്ലോയെ റെഡ്യൂസ് ചെയ്യാനോ, ലിമിറ്റ് ചെയ്യാനോ, റെസിസ്റ്റ് ചെയ്യാനോ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതിനിടയിലായിരിക്കണം, കണ്ടക്ടേഴ്സിനും അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് റെസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, ആ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷേ കണ്ടക്ടേഴ്സിന്റെ അത്രയും ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കാർബൺ. ഓക്കെ, ഇനി ഈ റെസിസ്റ്ററിന്റെ ഈ പറഞ്ഞ ഫ്ലോ ഓഫ് കറന്റിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ആ ക്വാണ്ടിറ്റി ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഓംസ് എന്ന് പറയുന്നത്. അതിന്റെ സിമ്പിളും നമുക്കറിയാം, ഓംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ് നമ്മൾ പാസീവ് ഡിവൈസ് ആണെന്ന് പറയുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളൊരു വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ ചേഞ്ച് ആവോ, ഇല്ല, വാല്യൂ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിന് നമ്മളൊരു പാസീവ് കമ്പോണന്റ് ആണ് എന്നുള്ള രീതിയിലും കൂടെ പറയുന്നത്. ഇനി നമുക്ക് ഈ റെസിസ്റ്ററിന്റെ നമുക്കറിയാം, ഇതിന്റെ വാല്യൂസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒന്നില്ലെങ്കിൽ കളർ കോഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോഡ് ഒക്കെ വെച്ചിട്ടാണ് നോർമലി നമ്മൾ റെസിസ്റ്ററിന്റെ വാല്യൂ നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഓമിക് വാല്യൂ മെഷർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് വാല്യൂ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാനുഫാക്ചേഴ്സ് ഈ പറഞ്ഞ ഏതൊരു കോഡിംഗ് സ്കീം യൂസ് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ടോളറൻസ് റേറ്റും കൂടെ കൂടെ ഉണ്ടാവും, വിച്ച് മീൻസ് പ്ലസ് ഓർ മൈനസ് അതിനകത്ത് വരാം എന്നുള്ള രീതിയിലായിരിക്കും വെക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു റെസിസ്റ്ററിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഓമിക് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദാറ്റ് we can use either ohmmeter or multimeter. ohmmeter യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. ohmmeterന്റെ ടെസ്റ്റ് പ്രോബ്സിന് ഇടയിൽ റെസിസ്റ്റർ നമ്മൾ വെക്കും. അപ്പോൾ അതിന്റെ ഒരു മീറ്റർ, ആ ഒരു നിയറസ്റ്റ് ടു എക്സാക്ട് റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും മീറ്റർ സ്കെയിലിൽ. മൾട്ടിമീറ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട് റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. മൾട്ടിമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് ആ റെസിസ്റ്റൻസ് റേഞ്ച് നമ്മൾ സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് പറഞ്ഞത്, നമുക്ക് ഒരു റെസിസ്റ്റർ നമ്മളിപ്പോ ഇത്ര ഓം റെസിസ്റ്റർ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ അതിന്റെ ആ എക്സാക്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഓമീറ്ററും മൾട്ടിമീറ്ററും യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മൾ കളർ കോഡിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, എപ്പോഴും അതിന്റെ കൂടെ നമ്മൾ അതിന്റെ ഒരു വാല്യൂ പറയുന്നതിന്റെ കൂടെ ഒരു ടോളറൻസ് റേഞ്ചും കൂടെ വെക്കാറുണ്ട്. അപ്പൊ ആ ഒരു എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. റെസിസ്റ്റർ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ലീനിയർ റെസിസ്റ്റേഴ്സും നോൺ ലീനിയർ റെസിസ്റ്റേഴ്സും. ഓക്കെ, അപ്പൊ ലീനിയർ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്യൂട്ട് എലിമെന്റ് വിച്ച് സാറ്റിസ്ഫൈസ് ഓംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. നമ്മൾ V is equal to IR എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓമിക് റെസിസ്റ്റർ എന്നും പറയും. കാരണം ഓംസ് ലോ അതാണ്, ഓംസ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം അതിന്റെ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എപ്പോഴും കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരും. അതിൽ പിന്നെ വരുന്ന രണ്ട് ടൈപ്സ് ആണ് ഫിക്സഡ് റെസിസ്റ്റേഴ്സും വേരിയബിൾ റെസിസ്റ്റേഴ്സും. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, വയർ വൂണ്ട് റെസിസ്റ്റർ, തിക് ഫിലിം റെസിസ്റ്റർ, തിൻ ഫിലിം റെസിസ്റ്റർ, ഇതൊക്കെ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആണ്. ആ പേരുകൾ വന്നത് അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണന്റ് അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ അത് ഓരോന്നും എങ്ങനെയാണ് അതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ റെസിസ്റ്റേഴ്സിന് ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവില്ല. അതായത് അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡയൽ യൂസ് ചെയ്തിട്ടായിരിക്കും, നോബ് യൂസ് ചെയ്തിട്ടായിരിക്കും, സ്ക്രൂ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റേഴ്സിന് ഇപ്പൊ നമ്മൾ റേഡിയോ റിസീവേഴ്സിലും അപ്പൊ നമ്മൾ വോളിയം ടോൺ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ഒക്കെ ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ട്രിമ്മേഴ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ഇതെല്ലാം ഏത് ടൈപ്പിൽ വരുന്നതാണ്, ലീനിയർ റെസിസ്റ്റേഴ്സിൽ വരുന്നതാണ്. ഇനി നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത റെസിസ്റ്റേഴ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത റെസിസ്റ്റേഴ്സ് ആണ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ IV ക്യാര നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ, അതായത് തെർമിസ്റ്റേഴ്സ്, ഫോട്ടോ റെസിസ്റ്റേഴ്സ്, വാരിസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വളരെ ബേസിക് ആയിട്ട് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി കളർ കോഡിങ്ങും ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സും അതേപോലെ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ നോക്കാം. താങ്ക് യു.